വികാരമല്ല വിവേകമാണ് ഇവിടെ വേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം. ഇന്ത്യ തിരിച്ചടി തുടങ്ങി, അല്ലെങ്കിൽ ഇന്ത്യയെ ഭയന്ന് തുടങ്ങി പാകിസ്ഥാൻ എന്നതിന്റെ തെളിവാണ് പാക് മേധാവി പാകിസ്ഥാനിൽ നിന്ന് തന്നെ കുടുംബത്തോടൊപ്പം മുങ്ങി എന്നുള്ള വാർത്ത. പക്ഷേ ഇന്ത്യയിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു തിരിച്ചടി ഇങ്ങനെയല്ല. അവർ വിചാരിക്കുന്നത് ഈ ഉറി മോഡൽ ഒരടി, നമുക്കൊക്കെ വികാരം ഉണ്ടാകുന്ന, നമ്മുടെയൊക്കെ രോമം ഇങ്ങനെ എണിച്ചു നിൽക്കുന്ന ഒരു തിരിച്ചടി ഇന്ത്യ നൽകണം. ഈ നയതന്ത്രപരമായ തിരിച്ചടികളൊന്നും അത് അത്രയും സാറിനെ പോലെ അത്രയും വായിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം നിരീക്ഷണം നടത്തുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അവർ വിചാരിക്കുന്നത് പാകിസ്ഥാനിന്റെ മണ്ണിൽ കയറി ഇന്ത്യൻ സൈന്യം എല്ലാത്തിനെയും തീർക്കണം എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്ത പക്ഷം എവിടെ തിരിച്ചടി കൊടുത്തു എന്നുള്ള ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ ഇങ്ങനെ തന്നെയല്ലേ പെരുമാറേണ്ടത്? ഇങ്ങനെ തന്നെയാണ് ഇന്ത്യ പെരുമാറേണ്ടത്. കാരണം ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരടിയും തനിയാവർത്തനങ്ങൾ സാധ്യമല്ല. ഇപ്പൊ നിങ്ങൾ ഒന്നാം വേൾഡ് വാറിന്റെ അതേ സ്ട്രാറ്റജി അല്ല രണ്ടാം വേൾഡ് വാറിൽ ഉണ്ടായിരുന്നത്. അത് വളരെ തികച്ച എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരിക്കൽ പറഞ്ഞിട്ട് ഇസ്രായേൽ 1972 മറ്റാണ് എഡിൻബർഗിൽ അവിടെ ഒരു ഫ്ലൈറ്റ് ഇറക്കിയിട്ട് ചില ബന്ദികളെ അവർ മോചിപ്പിച്ച സംഭവം ഉണ്ടായിരുന്നത്. 1972 82 എനിക്ക് ചെറിയ സംശയമുണ്ട്. പക്ഷെ ആ ഒരു സംഭവം അവർ പിന്നെ ആവർത്തിക്കില്ല. കാരണം ഒരു സംഭവം ഒരു പ്രാവശ്യം മാത്രം ചെയ്യാനുള്ളതാണ്. ഈ ചരിത്രത്തിൽ തനിയാവർത്തനങ്ങളില്ല. നമ്മുടെയൊക്കെ ചരിത്രത്തിന്റെ തനിയാവർത്തനം എന്നൊക്കെ പറഞ്ഞാലും ചരിത്രത്തിൽ ഒരിക്കലും തനിയാവർത്തനങ്ങളില്ല. ഒരിക്കൽ ചെയ്തതിൻ്റെ വേറെ പാഠഭേദം വരുത്തിക്കൊണ്ടാണ് അടുത്തൊരു പരിപാടി വരിക. സമാനമായിട്ടുള്ള ഇതിൽ ഇപ്പോൾ നമ്മൾ ഉറിയിൽ നമ്മൾ തിരിച്ചടി കൊടുത്തു, അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേറൊരു ഉറിക്ക് സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ആവശ്യം പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയും അവിടുത്തെ ജനങ്ങളുടെ ദുരിതവും കൃത്യമായിട്ട് അവർ ബോധ്യപ്പെടുത്തലാണ്. അവർ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പാകിസ്ഥാനുള്ളത്. ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം, ഏറ്റവും കൂടുതൽ ദുരിതം വരുന്നത് പാകിസ്ഥാനികളാണ്. അവിടെ ഭക്ഷണം കിട്ടാനില്ല, ഒരു നേരത്തെ ആഹാരം കിട്ടാനില്ല, വീടുകളിൽ വൈദ്യുതിയില്ല, ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. നമ്മുടെ ഇപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞല്ലോ, ഇവിടെ മലബാർ ഭാഗത്തു നിന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ 35ാമത്തെ വയസ്സിൽ അങ്ങോട്ട് പോയി തൊഴിലന്വേഷിച്ചു പോയതാന്നാ പറഞ്ഞേ. ഇന്ന് പാകിസ്ഥാനിൽ പോയാലോ ഇയാൾക്ക് കിട്ടാവുന്ന ഏക തൊഴിൽ തീവ്രവാദ പ്രവർത്തനം മാത്രമാണ്. ഇന്നവിടെ തൊഴിലില്ല. പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് പരാധീനതയിലാണ്. ലോകത്തിൽ ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളൊന്നും പാകിസ്ഥാനാണ്. അത്രയ്ക്ക് പാകിസ്ഥാന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഉടനെ UK പോയിട്ട് അഭയം പ്രാപിക്കും. അവർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. അവിടെ ജനാധിപത്യം ഇല്ല, അവിടെ തീവ്രവാദം മാത്രമാണ് ബാക്കി. അവിടെ ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഇന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് വല്ല പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. അവിടെ പങ്കുവരുന്ന പ്രധാനമായിട്ട് പട്ടാളക്കാർക്കാണ്. പട്ടാള മേധാവിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ആ പട്ടാള മേധാവിക്കാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം ഉള്ളത്. അയാളാണ് തീവ്രവാദത്തെ പിന്താങ്ങുന്ന പ്രധാനമായിട്ട് ഏതാണത്. ഇത് മറിച്ച് അത്തരം ഒരു സാഹചര്യം ഒരു സമയത്ത് ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചും ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ട്രാറ്റജിക്കും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഉറിയിൽ ചെയ്യണ നിർബന്ധമില്ല. അതിൻ്റെ ഒന്നാം ഘട്ടമാണ് നമ്മൾ നദീജല കരാറിൻ്റെ അതിന് സസ്പെൻഷൻ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അത് മുഴുവൻ പാകിസ്ഥാനെയും ബാധിക്കുന്നതാണ്. പാകിസ്ഥാനിലുള്ള ഭരണാധികാരിക്ക് അടക്കമുള്ള ആളുകൾക്ക് അവരടക്കം കുടിവെള്ളമാണ് മുട്ടുക. അവിടെയുള്ള അവർക്ക് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കിട്ടേണ്ട പഞ്ചാബിലാണ് ഒരു ഏറ്റവും വലിയ കൃഷിയിടങ്ങളുള്ളത്. ആ പഞ്ചാബിലെ കൃഷിയിടങ്ങൾ മുഴുവൻ ഇന്ന് വറുതിയുടെ മട്ടിലാണ് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. അപ്പം അങ്ങനെ ശിക്ഷ കൊടുക്കുന്നത് അവർ പണിഷ് ചെയ്യുന്ന പലതരത്തിലാണ്. ഈ പലതരത്തിലുള്ള പണിഷ്മെന്റ് ഇല്ലാതെ കണ്ട് നമ്മൾ സാധാരണ ഇരുന്ന ആളുകൾ ചർച്ച നടത്തുന്ന പോലെ അല്ലല്ലോ ഒരു രാജ്യത്തിൻ്റെ പരിപാടികൾ തീരുമാനിക്കുന്നത്. രാജ്യത്തിന് ആക്രമണങ്ങളോ പ്രത്യാക്രമണങ്ങളോ സൈനിക നടപടികളോ ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതിന് ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനുണ്ട്. ആ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത് ഒന്നാം ഘട്ടമായിട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് പാകിസ്ഥാന് കൊടുക്കുന്ന വലിയൊരു മറുപടി നദീജലത്തിൻ്റെ കരാറിന്റെ സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ തന്നെ റെയിൽവേയുടെ മന്ത്രിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, ഇത് ഒരു യുദ്ധമാണ്, യുദ്ധപ്രഖ്യാപനം പോലെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ നദീജല കരാറിന്റെ സസ്പെൻഷൻ. കാരണം അത് ഇത്രയും വർഷമായിട്ട് 1960 തുടങ്ങിയിട്ടുള്ള 65 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ്.
ഈ സർജിക്കൽ സ്ട്രൈക്ക് നിമിത്തം ഉണ്ടാകുന്നത് അവർ കുടിവെള്ളം മുട്ടുകയാണ്, അവർ ഭക്ഷണ സാധനങ്ങൾ ഇല്ലാണ്ടാവുകയാണ്, അവർ വലിയൊരു വിലയാണ് അവരതിനകത്ത് കൊടുക്കേണ്ടി വരിക. ഇത് അവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് അവരുടെ ഭരണാധികാരികൾ അടക്കം നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങളത് പ്രയോഗിക്കും, അത് ഇന്ത്യക്കെതിരായിട്ടുള്ളതാണ് എന്നൊക്കെ അവർ പറഞ്ഞു വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സർ, ഇവിടെ ഒരു ആരോപണം വരുന്നത് 1.5 വർഷമായി ഈ ഭീകരവാദികൾ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അതിൽ പാക് കമാൻഡർ അടക്കമുള്ളവരുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൽ എവിടെയെങ്കിലും സൈന്യത്തിനോ സർക്കാരിനോ വീഴ്ച സംഭവിച്ചതായി തോന്നുന്നുണ്ടോ? അല്ല, ഒരുപക്ഷെ വീഴ്ച വേണ്ടി പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഒമർ അബ്ദുൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഒമർ അബ്ദുൽ പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ വീഴ്ചയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും വലിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ശരിക്കത്. അതുകൊണ്ടാണ് ഒമർ അബ്ദുൽ പറഞ്ഞ് ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, എൻ്റെ തകരാറാണെന്ന് ഇന്ന് കാശ്മീർ ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പരസ്പരം കുറ്റപ്പെടുത്തലുകളല്ല, ആരുടെ വീഴ്ചയാണെന്നുള്ളതെല്ലാം നമ്മൾ പിന്നെ പരിശോധിക്കും. ഏതാണെങ്കിലും ആ വീഴ്ചയുടെ ദുരന്ത ഫലം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലെ ടൂറിസ്റ്റുകളായിരിക്കുന്ന 26 പേർക്കാണ്. അപ്പൊ അതുകൊണ്ട് അവരെ സംരക്ഷിക്കലാണ് നമ്മുടെ ബാധ്യത. അപ്പൊ ഈ തെറ്റുകുറ്റങ്ങളെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷൻ അല്ല ആവശ്യമുള്ളത്, ഇതിന് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ആവശ്യം. അതിനെയാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത് തന്നെയാണത്. കാരണം ഒമർ അബ്ദുള്ളയേക്കാൾ കൂടുതൽ കാശ്മീരിനെ തിരിച്ചറിയാവുന്ന വേറെ ആരാ ഉള്ളേ? ഒരുപക്ഷെ അമിത്ഷായോ നരേന്ദ്രമോദിക്കോ ഒപ്പം തന്നെ കാശ്മീരെ സംബന്ധിക്കുന്ന നല്ല ധാരണയുള്ള ഒമർ അബ്ദുള്ളയ്ക്കാണ്. പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിക്കല്ല. അദ്ദേഹത്തിന്റെ ജന്മനാടായിരുന്നു ഒക്കെ ശരിയാണ്, അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛൻ അവിടെ ജനിച്ചു വളർന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് അക്കാര്യത്തിൽ യാതൊരു നിലപാടും അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. പക്ഷെ ഒമർ അബ്ദുള്ളയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഒമർ അബ്ദുള്ള കൃത്യമായിട്ട് പറഞ്ഞത് ഇത് എൻ്റെ തെറ്റാണ് എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒമർ അബ്ദുള്ളയുടെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കൈകഴുകുകയല്ല ചെയ്തത്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. കാരണം ഇപ്പൊ തീവ്രവാദികൾക്ക് അവിടെ കടന്നു വരാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒരു വിസ്തൃതമായിട്ടുള്ള സംസ്ഥാനമാണത്. അവിടെ അതിർത്തി വഴിക്ക് അവർ കടന്നു വരാം, അതിർത്തി അല്ലാത്ത വഴി കൂടി അവർക്ക് കടന്നു വരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങൾ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് അവർ സംരക്ഷിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഏകദേശം 10ഓളമുള്ള തീവ്രവാദി ശക്തികളെ പിന്താങ്ങിയ ആളുകളുടെ കുടുംബങ്ങൾ അവർ വീടുകൾ മുഴുവൻ ഇടിച്ചു നിരത്തേണ്ട സാഹചര്യം വന്നത് കാരണം അത്തരം ആളുകൾ അവിടെയുണ്ട്. ഇത് മുൻകാലത്താണ് അതല്ല സംഭവിക്കുക. മുൻകാലത്താണ് ഈ പറയുന്ന ആൾക്കെതിരായിട്ട് ഒരു നടപടി ഉണ്ടാവില്ല. നമ്മൾ അവരെ കിട്ടിയോന്ന് നോക്കും, അവരെ കിട്ടിയോ കിട്ടിയില്ല, അവരെ കിട്ടിയില്ലേ കഴിഞ്ഞു. ഇന്നിപ്പോൾ പ്രതികളെ പിടിക്കൽ മാത്രമല്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന വിഖ്യാതമായിരിക്കുന്ന പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ ടൂൾസിനെ അല്ല പിടിക്കുക, ഈ ടൂൾസിനെ ഇങ്ങോട്ടേക്ക് അയച്ച ആളുകളുണ്ട്. അയച്ച ഇതിൻ്റെ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രഭാവ കേന്ദ്രങ്ങളെ അതിനില്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സർക്കാർ പോകുന്നത്. അല്ലാതെ തീവ്രവാദികളെ പിടിക്കൽ മാത്രമല്ല, തീവ്രവാദികളുടെ വീടുകളിൽ ചിലപ്പോൾ അടിച്ചു വിളിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ ഇതിനു വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ചെയ്തിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നിരവധി വർഷങ്ങളായിട്ട് ചില ചെറുപ്പക്കാരൊക്കെ അവിടെയാണ്. അവരിവിടെ നിന്ന് വിദ്യാഭ്യാസം കിട്ടിയ ശേഷം അവിടെ പാകിസ്ഥാനിൽ പോയി, അവരവിടെ ട്രെയിനിങ് കിട്ടി. ആ ട്രെയിനിങ്ങിന് ശേഷം അവർ തിരിച്ചു വന്നു. അവരാണ് തീവ്രവാദികളെ പിന്താങ്ങുന്നു. ഇപ്പം കേരളത്തിലടക്കം ഉണ്ടല്ലോ. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ പിന്നെ തിരിച്ചു വരുന്ന, അയാൾ പിന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അയാൾക്ക് വീണ്ടും അനുവാദം കൊടുക്കാൻ പോകണം കേരള സർക്കാർ. അങ്ങനെ കേരള സർക്കാർ വടകരക്കാരനായിരിക്കുന്ന പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളെ വീണ്ടും താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കേരളത്തിൻ്റെ സർക്കാരാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീവ്രവാദ ശക്തികളെ സംബന്ധിച്ച് അവർക്ക് വളക്കൂറുള്ള മണ്ണല്ലാതെ കണ്ട് ഭാരതം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അവർക്കെതിരെ ശക്തമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഒരു നടപടിയും തനിയാവർത്തനങ്ങളായിട്ട് ചെയ്യാൻ സാധ്യതയില്ല. അവിടെ ഒരു പുതുമ എല്ലാത്തിനെ സംബന്ധിച്ചുണ്ടാവും. ഇന്നലെ അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കുന്നതാണ് പറഞ്ഞത്. ഇവരുടെ ചിന്താശേഷിക്ക് അപ്പുറത്തുള്ള കനത്ത പ്രഹരമായിരിക്കും ഈ പറയുന്ന പാകിസ്ഥാനും അവരുടെ കൂട്ടാളികൾക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിന് സംശയമില്ല കാര്യത്തില്. കാരണം ഇപ്പൊ തന്നെ പാകിസ്ഥാൻ പല കഷങ്ങളാണ്. ബലൂചിസ്ഥാൻ വിഭാഗമാണ്, താലിബാന്റെ അതിർത്തി പ്രദേശം വേറെ വിഭാഗമാണ്, മറുവശം വേറെ വിഭാഗമാണ്. നാളെ POK വേണമെങ്കിൽ മാറിപ്പോകാം. അങ്ങനെ പാകിസ്ഥാൻ 4ഓ 5ഓ കഷങ്ങളാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ പാകിസ്ഥാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരികളുടെ നിലപാടതാണ്.
ഇപ്പം ഇതെല്ലാം വച്ചുകൊണ്ട് തന്നെ ഇന്ത്യ കൊടുക്കുന്ന മറുപടി പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള അതിശക്തമായിരിക്കുന്ന നടപടികൾ, അതൊരു പക്ഷേ സൈനിക ആക്രമണത്തിൻ്റെ പേരിലായിരിക്കാം, കുടിവെള്ളത്തിൻ്റെ പേരിലായിരിക്കാം, മറ്റൊരു തരത്തിലായിരിക്കാം. ഏതാണെങ്കിലും ഇന്ത്യ സർക്കാരിൽ നിന്ന് ശക്തമായിട്ട് നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്ക് ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.